ഹലോ വെൽക്കം ടു ജിൻസി പ്രജിത്ത് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയ വ്ളോഗിൻ്റെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തൈക്കേട്ടുശ്ശേരി അമ്പലത്തിൽ പോയായിരുന്നു തൊഴാനായിട്ട്. അപ്പോൾ 1-ാം തീയതി അല്ലായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കുറച്ച് നേർച്ചയും വഴിപാടും ഒക്കെ ഉണ്ടായിരുന്നു. പട്ടും താലി വിളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു. അതിപ്പം 1.5 വർഷമായി കേട്ടോ. ഞങ്ങളെ കൊണ്ട് അന്നേരം കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അത് സാധിച്ചത്. 1-ാം തീയതി രാവിലെ ആയപ്പോൾ അമ്മ, ഞാൻ, ഏട്ടൻ, കുഞ്ഞും കൂടെ രാവിലെ തൈക്കേട്ടുശ്ശേരി അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു വിളക്ക് സംഭവമുണ്ട്. 4 തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം എന്നോട് ചോദിക്കുന്നുണ്ട് 4 തിരി മതിയോ എന്ന്. പക്ഷെ വീഡിയോ മതിയെന്നല്ല പറഞ്ഞു കേട്ടോ, 4 തിരി മതിയെന്ന് നീ ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് ചിരി വന്നെങ്കിലും ഭഗവാന്റെ കാര്യമല്ലേ, നമ്മൾ ചിരിക്കാനൊന്നും പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു 4 മതി കത്തിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കത്തിച്ചു, പ്രാർത്ഥിച്ചു, അനുമോദിക്ക് പ്രാർത്ഥിച്ചു. നടത്തി തരുന്നതല്ലേ, ഓരോ കാര്യങ്ങൾ ഞാനും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം നടത്തി തന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിക്കണ്ണൻ്റെ ഓരോ കുസൃതികൾ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പൊന്നമ്മച്ചിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചുറ്റിനും തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് ഉണ്ടായത് കേട്ടോ. കാരണം കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോകണമെന്ന് വിചാരിച്ചപ്പോൾ അന്ന് പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലത്തിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങി. ഇപ്പം നമ്മൾക്ക് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ തൊടണമല്ലോ. ശയന പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ശിവൻ്റെ, മഹാദേവൻ്റെ ഉണ്ടായിരുന്നു. അവിടെ പോയി തൊഴുതു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് വല്ല തെറ്റോ കുറ്റോ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങി. അപ്പോൾ അടുത്ത് ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ വഴിപാടും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ കിട്ടാനുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുത്ത് പ്രസാദമൊക്കെ വാങ്ങിച്ചു ഇറങ്ങി. അങ്ങനെ ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഫുള്ള് മണലൊക്കെയാണ്. കളിയാക്കി എൻ്റെ അടുത്ത് ഏട്ടൻ പറയും ആരാണ് ബിരിയാണി ഒറ്റയടിക്ക് തിന്നുമെന്നൊക്കെ. അവിടെ ഞങ്ങളെല്ലാവരും ശിവക്ഷേത്രത്തിലേക്ക് ഞങ്ങളെ കാട്ടി മുന്നേ പോവാ വലിയ ആള് കളിച്ചിട്ട്. നേരെ ചെന്നു ശിവൻ്റെ ക്ഷേത്രത്തിൽ കയറി തൊഴുതു, പ്രാർത്ഥിച്ചു. ഹനുമാൻ ക്ഷേത്രത്തിൽ കയറി. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് മുരുകൻ്റെ അമ്പലം ഉണ്ടായിരുന്നു, അവിടെ കയറി പ്രാർത്ഥിച്ചു. അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ. സന്തോഷം.